നമസ്കാരം സർ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ നാമം. ഏകാദശ സ്കന്ധം 3-ാം അധ്യായം ഇനി 51 അതെ സർ. ഏകാദശ സ്കന്ധം 3-ാം അധ്യായം 51 ആരംഭിക്കാം. ആദ്യാദീനുപകൽപ്യഥാഫന്നിധപ്യസമോഹിതഃ തദാദിഭിഃ കൃതജ്ഞാഫോ മൂലമന്ത്രേണ ചാർച്ചയേത്. പൂജാവിധാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. വൈദികവും താന്ത്രികവുമായ 2 വിധത്തിലുള്ള പൂജാവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് താന്ത്രിക പൂജാവിധാനം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഒരു രൂപത്തെ സങ്കല്പിച്ച് ഒന്നുകിൽ വിളക്ക്, അല്ലെങ്കിൽ അഗ്നി, അല്ലെങ്കിൽ ഏതെങ്കിലും ആകൃതിയിലുള്ള രൂപങ്ങൾ, ശിലയോ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും മരമോ, എന്തായാലും കുഴപ്പമില്ല, ഒരാകൃതിയെ സങ്കല്പിച്ച് അവിടെ ആവാഹിച്ച് ദേവചൈതന്യത്തെ ആവാഹിച്ച് എങ്ങനെയൊക്കെ പൂജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. മുമ്പത്തെ ശ്ലോകത്തില് ആ ദേവനെ പൂജിക്കേണ്ട ബിംബോപാധികൾ ഹൃദയത്തിലും ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കണം എന്ന് പറഞ്ഞു. അതിന് പൂജാദ്രവ്യങ്ങൾ വേണം. സ്ഥലം, ദേഹം, ബിംബം ഇവയൊക്കെ അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു പീഠം വേണം. എന്നിട്ട് പുണ്യാഹം വിളിച്ച് ശുദ്ധി വരുത്തി വേണം പൂജ ആരംഭിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി അതിന്റെ ബാക്കിയായിട്ടാണ് പാദ്യാദീൻ ഉപകൽപ്യാധാം. പാദ്യം എന്ന് വെച്ചാൽ പാദോദകം എന്ന കാല് കഴുകാനുള്ള വെള്ളത്തിന്റെ പേരാണ് പാദ്യം. പദത്തെ സംബന്ധിക്കുന്നത് പാദ്യം. പാദ്യ ആദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അർഘ്യം, പാദ്യം എന്ന് 2 വിധത്തിലാണ് ജലം സമർപ്പിക്കുന്നത്. ദേവനെ ആവാഹിച്ചു വരുത്തി കഴിഞ്ഞാൽ മുഖം കഴുകാനും കാല് കഴുകാനും ഉള്ള വെള്ളം, ഒന്ന് അർഘ്യം, പിന്നൊന്ന് പാദ്യം. അത് ചിലർ 2 പാത്രങ്ങളിലാണ്, ചിലത് ഒരു പാത്രത്തിലാണ്. അത് ദേശാചാരങ്ങൾ അനുസരിച്ച് 2 വിധത്തിലും ആവാം. അങ്ങനെ പരിശുദ്ധമായ പാത്രത്തിൽ അടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒന്നിൽ നിന്നും അർഘ്യം കൊടുക്കുക, മറ്റയിൽ നിന്നും പാദ്യം കൊടുക്കുക. പാദ്യാദീൻ ഉപകൽപ്യ അഥ ഉപകൽപ്പിച്ചിട്ട് അനന്തരം സന്നിധാപ്യ സമാഹിതാം. സന്നിധാപ്യ സമീപത്ത് കൊണ്ടുവച്ചിട്ട്, സന്നിധാപനം സമീപത്തിൽ കൊണ്ടുവച്ചിട്ട്, സമാഹിത ഏകാഗ്രചിത്തനായിരിക്കണം. മനസ്സ് ഈ മുമ്പിലിരിക്കുന്ന വിഗ്രഹത്തിൽ മാത്രമായിരിക്കണം. ഏകാഗ്രചിത്തനായിട്ട് ഹൃദയാദികളെ കൊണ്ട് കൃതജ്ഞാഫോ ന്യാസങ്ങൾ ചെയ്യേണ്ടതാണ്. മൂലമന്ത്രേണ വെച്ചാൽ അർച്ചയ, മൂലമന്ത്രം കൊണ്ട് അർച്ചിക്കുകയും വേണം. അങ്ങനെ പൂജാ കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു കൊണ്ടുവയ്ക്കുക. അർഘ്യവും പാദ്യത്തിനുള്ള പാത്രങ്ങൾ ജലം കൊണ്ടുവയ്ക്കുക. ഏകാഗ്രചിത്തനായിട്ട് അവിടെ ഇരുന്ന് ആവാഹന മന്ത്രം കൊണ്ട് തൻ്റെ ഹൃദയകമലത്തിൽ കുടികൊള്ളുന്ന ദേവസ്വരൂപത്തെ ജല അക്ഷതഗന്ധങ്ങൾ കൂടി തൻ്റെ മൂക്കിലെ പ്രാണവായുവിലൂടെ ഇതിലേക്ക് ആവാഹിച്ച് ദേവചൈതന്യത്തേക്ക് നിക്ഷേപിക്കണം. അപ്പൊ തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് താൻ ആദ്യം ആത്മാരാധന ചെയ്ത് തൻ്റെ ഈ ശരീരത്തെ അസ്ത്രമന്ത്രം കൊണ്ട്, അഗ്നിമന്ത്രം കൊണ്ട് ഈ ശരീരത്തെ നശിപ്പിച്ച് അക്ഷരങ്ങൾ, ലിപിന്യാസം കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട്, ആ മുതൽ ക്ഷ വരെയുള്ള അക്ഷരമാലകൾ കൊണ്ട് ഓരോ സ്ഥാനത്തെ ഞെഫിച്ച് അതിൽ ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവന്റെ മൂലമന്ത്രങ്ങളും
അതുണ്ടാക്കാൻ ദേവചൈതന്യത്തെ ഉണ്ടാക്കാനുള്ള പഞ്ചഭൂതങ്ങളും അതിനുശേഷം ഹൃദയം, അതേപോലെ 5 അംഗങ്ങളെ ധ്യാനിച്ച് ഇത്രയും ഒരു സ്വരൂപത്തെ താൻ ഉണ്ടാക്കി താൻ ഏത് ദേവനെ പൂജിക്കുന്നോ ആ ദേവനായിട്ട് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ആ ദേവതയായിട്ട് മാറിയാൽ തൻ്റെ മൂക്കിൽ കൂടി ആ പ്രാണസ്വരൂപത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പൂർണ്ണമാക്കി വയ്ക്കണം. അതുകൊണ്ടാണ് തൻ്റെ ഹൃദയകമലത്തിൽ പ്രത്യക്ഷമായി വസിക്കുന്ന സ്വരൂപത്തെ ധ്യാനിക്കണം. കാരണം ദേവതകളായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മന്ത്രാധീനം തു ദൈവത, മന്ത്രത്തിൽ അധീനതകളാണ് ഇവരെല്ലാം. അതുകൊണ്ട് ദിവ്യമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ ഈശ്വരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളത് വേദം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എവിടെയാണോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് അവിടെയൊക്കെ ദേവതാ സാന്നിധ്യം ഉണ്ടാകും. ദൈവാധീനം തു മന്ത്രത, ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം. ദൈവാധീനമാണ് ജഗത് സർവം. ഈ ജഗത്ത് മുഴുവൻ ഈശ്വരന്റെ അധീനതയിൽ ആണ്. ആ ഈശ്വരനെ മന്ത്രാധീനം, മന്ത്രം കൊണ്ട് അധീനതയിലാക്കി വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഈശ്വരൻ അവിടെ സന്നിധാനം ചെയ്യുന്നു എന്ന് വേദവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നല്ല ശ്രദ്ധയോടെ ഗുരുവാക്യത്തിലുള്ള വിശ്വാസത്തോടെ ആ ഉറപ്പോടെ ആരാധിക്കുന്ന ബിംബത്തിലും തന്നിലും ഭഗവത് ചൈതന്യം ആവേശിച്ചുണ്ട് എന്ന് ദൃഢമായും ഉറയ്ക്കണം. തന്നിലുണ്ടെന്ന് ഉറയ്ക്കണം. അതാണ് ബിംബത്തിലേക്ക് ആവാഹിക്കുന്നതെന്ന് ഉറയ്ക്കണം. പിന്നെ മന്ത്രപൂർവം ഹൃദയാദികളായ ന്യാസങ്ങൾ ചെയ്തതിനു ശേഷം, ന്യാസങ്ങൾ എന്ന് വെച്ചാൽ കൈവിരലുകൊണ്ട് യഥാസ്ഥാനത്തേക്ക് ന്യസിക്കുക, അർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഓരോ മന്ത്രങ്ങൾക്കും ഓരോ വിരലുകളുണ്ട്. 3-4 തരത്തിലുള്ള ന്യാസം. ഒന്ന് ഈ ലിപികൾ ന്യസിക്കണം. ലിപികൾ അക്ഷരമാലകളാണ്. പിന്നെ പഞ്ചതത്വങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ പഞ്ചതത്വങ്ങൾ ന്യസിക്കണം. പിന്നെ ഏത് ദേവനെ ആരാധിക്കുന്നു ആ ദേവന്റെ മൂലമന്ത്രത്തിലെ അക്ഷരങ്ങൾ ന്യസിക്കണം. പിന്നെ തൻ്റെ ഹൃദയാദികളായ പ്രധാന ഭാഗങ്ങളിലേക്ക് ന്യസിക്കണം. ഇത്രയും ന്യാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മൂലമന്ത്രം ജപിച്ച് അർച്ചിക്കണം ദേവനെ. പാദ്യാദീനുപകൽപ്യാഥാസന്നിധപ്രസമാഹിത കൃതാദിഭികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചേത്. പാദ്യാദീനുപകൽപ്യാഥാസന്നിധപ്രസമാഹിത കൃതാദിഭികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചേത്. പാങ്കോപാംഗം സ്വപാർഷദാം താം താം മൂർത്തിം സ്വമന്ത്രതാം. പാദ്യാഖ്യാചമനീയാദ്യേ സ്നാനവാസോ വിഭൂഷണൈൻ. പാങ്കോപാംഗാം സ്വപാർഷദാം, അംഗത്തോടും ഉപാംഗത്തോടും കൂടിയിട്ട്. അംഗങ്ങൾ അവയവങ്ങൾ, ഉപാംഗങ്ങൾ ആ അവയവത്തിലുള്ള ആയുധങ്ങൾ. ദേവന്റെ കയ്യ്, കാല്, മൂക്ക്, മുഖത്തുള്ള അവയവങ്ങൾ മുഴുവനും, പിന്നെ തോളിൽ നിന്നും കൈകൾ, ആ കൈകളിലുള്ള ആയുധങ്ങൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ ആ സ്വരൂപത്തെ മുഴുവനും ഇവയോടുകൂടി പാർഷദന്മാരോടും കൂടി വേണം, കാവൽക്കാരോട് കൂടി വേണം. അതാണ് സാങ്കോപാംഗാം സ്വപാർഷദാം. പാർഷദന്മാർ, പാർശ്വത്തിൽ നിൽക്കുന്നവർ കാവൽക്കാർ. താം താം മൂർത്തിയും, അതാത് മൂർത്തിയെ, സ്വമന്ത്രത, അതാത് മൂർത്തിയുടെ മന്ത്രം കൊണ്ട്. പാദ്യാക്ഷാചമനീയാദ്യേ, മുമ്പ് പറഞ്ഞു, ഒരു പാത്രത്തിൽ നിന്നും പാദ്യം, മറ്റേതിനും അർഘ്യം, മറ്റൊന്നിനും ആചമനീയം. ആചമനീയം എന്താണ്? കയ്യ്, കാല്, മുഖം, ഈ അവയവങ്ങളൊക്കെ പരിശുദ്ധമാക്കാനുള്ള വെള്ളം, ഇവകളെ കൊണ്ട്. പിന്നെ സ്നാനം വേണം. അഭിഷേകം ചെയ്ത് ആ വിഗ്രഹത്തെ പരിശുദ്ധമാക്കി വാഫു, വസ്ത്രങ്ങൾ കൊണ്ട് കൊടുത്ത്, വിഭൂഷണങ്ങൾ, അലങ്കാരങ്ങൾ എത്രയുണ്ടോ അതൊക്കെ കൊടുത്ത്. അത് മാത്രം പോരാ, ഗന്ധ, മാല്യ, അക്ഷത, സ്രഗ്ഭി, ചന്ദനം വേണം, മാല വേണം, അക്ഷതം വേണം, സ്രക്ക് മാല വേണം, ധൂപ ദീപ ഉപഹാരകൈഹി, ധൂപം വേണം, ദീപം വേണം. അങ്ങനെയുള്ള അനേകം ഉപഹാരകങ്ങളെ കൊണ്ട് സാംഗം സമ്പൂജ്യ വിധത്, അംഗത്തോടുകൂടി, എല്ലാ അവയവത്തോടും കൂടി വിധിപൂർവ്വം
പൂജിച്ച് സ്തവൈസ്തുത്വാ നമേദ്ധരിം, സ്തുതികളെ കൊണ്ട് സ്തുതിച്ച് ഹരിയെ നമിക്കേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ സഹസ്രനാമങ്ങളും അഷ്ടോത്തരവും ഒക്കെ നമ്മൾ ഇവിടെ ചൊല്ലുന്നത് ഈ സമയത്താണ്. ഇത്രയും കഴിഞ്ഞിട്ട് അതിന് ആദ്യം പീഠപൂജ എന്ന് പറയും, രണ്ടാമത് മൂർത്തി പൂജ പറയും, മൂന്നാമത് പ്രസന്ന പൂജയാണ്. ആ പ്രസന്ന പൂജയിലാണ് ദേവൻ പ്രസന്നനായിരിക്കുമ്പോഴാണ് ഈ പുഷ്പാഞ്ജലിക്കുള്ള സകല മന്ത്രങ്ങൾ ചൊല്ലി ആ ദേവനെ നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് ഇതൊക്കെ ആ സമയത്താണ് ചെയ്യേണ്ടത്. നമുക്ക് വാസ്തവത്തിൽ ദർശിക്കാൻ ദേവചൈതന്യത്തെ കൈകൂപ്പി വന്ദിക്കാനുള്ള സമയം പ്രസന്ന പൂജ കഴിയുമ്പോഴാണ്. അതുവരെ അല്ല വാസ്തവം. പക്ഷെ ഇപ്പൊ അത് നോക്കാറില്ല. ഇപ്പൊ ഏത് സമയത്തും അമ്പലത്തിൽ പോയി നമുക്ക് അവിടെ തൊഴുതു പോരാൻ പറ്റും. പക്ഷെ അത് അതിന്റെ ശരിയായ വിധി ഇപ്പോൾ മാത്രമാണ്. ഗന്ധമല്യക്ഷതസ്രഗ്ധൂപദീപോപഹാരകൈ സാംഗം സംപൂജ്യ വിധിവത് സ്തവൈ സ്തുത്വാ നമേദ്ധരിം. എന്താ, ദേവൻ ഇപ്പൊ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിന്റെ കയ്യിലുള്ള 4 ആയുധത്തെയും അവിടെ ഞെട്ടിക്കണം. 4 ആയുധത്തോടു കൂടിയാണ് വിഷ്ണു മുമ്പിൽ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കണം. അവരെ നന്ദൻ, സുനന്ദൻ തുടങ്ങിയുള്ള പാർഷദന്മാരും കൂടെയുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. എന്നിട്ട് അതാത് മൂർത്തികളുടെ ആയുധത്തെയും അതാത് മൂർത്തികളുടെ പാർഷദന്മാരെയും ഒക്കെ തന്ത്രശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മന്ത്രങ്ങൾ കൊണ്ട് പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, അലങ്കാരം, ചന്ദനം, മാല, അക്ഷതം, പിന്നെന്താ ധൂപം, ദീപം, നിവേദ്യം ഇവകളെ കൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി പൂജിച്ചതിന് ശേഷം ആ ഭഗവത് സ്വരൂപത്തിന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന, കീർത്തിക്കുന്ന സ്തോത്രങ്ങൾ ധാരാളം ചൊല്ലി സ്തുതിച്ച് ശ്രീഹരിയെ നമസ്കരിക്കുക. ഇവിടെയാണ് നമസ്കരിക്കാനുള്ള ഒരു സന്ദർഭം, ഒരു സമയം അപ്പോഴാണ്. വിഷ്ണുവിന്റെ പ്രധാനമായതുകൊണ്ട് 10 അവതാരമൂർത്തികൾ ആരെ ഭജിച്ചാലും അതിനനുസരിച്ചുള്ള സ്തോത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് അവിടെ വിധി. അതാണ് അതിന്റെ ക്രമമായ മാർഗം. ഇനി ശിവനിലാണെങ്കിൽ അല്ല ദേവിയിലാണെങ്കിലോ അതാത് മൂർത്തിക്കനുസരിച്ച് ശ്രദ്ധിച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെ പൂജിക്കണം. ഞാൻ ഒരാളുടെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ അവരവരുടെ രുചിഭേദം അനുസരിച്ച് ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്ന 3 തരത്തിലാണ് പൂജാ സംവിധാനം. ശൈവം ശിവനെ സംബന്ധിക്കുന്ന എല്ലാം, ശിവൻ, ഗണപതി, എന്താണ് ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഇതൊക്കെ ആ മട്ടിൽ വരും. ശാക്തേയം എന്ന് പറയുമ്പോൾ എന്താണ് ദുർഗ, ഭദ്രകാളി, സരസ്വതി, എല്ലാ ദേവിമാരും എൻ്റെ അകത്ത് വരും. വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവും വിഷ്ണുവിന്റെ അവതാര സ്വരൂപങ്ങളെല്ലാം, വിഷ്ണുവിന്റെ 10 അവതാരത്തെയും അതിൻ്റെ അകത്ത് വരും. അങ്ങനെ ആ അതാത് വിധി അനുസരിച്ച് ഈ സിദ്ധാന്തങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രമനുസരിച്ച് ഈ പൂജാവിധാനങ്ങൾ പൂർണ്ണമാക്കണം എന്ന് ഒരു പൂജയുടെ സ്വരൂപത്തെപ്പറ്റി വിവരിച്ചതാണ്. പാങ്കോപാംഗം സ്വപാർഷതാം താം താം മൂർത്തിം സ്വമന്ത്രതാം പാദ്യാർഘ്യാചമനീയാദ്യേ സ്നാനവാസോ വിഭൂഷണൈ ഗന്ധമാല്യക്ഷതസ്രഗ്ധൂപദീപോപഹാരകൈ സാംഗം സംപൂജ്യ വിധിവത് സ്തവേ സ്തുത്വാ നമേദ്ധരിം. സാംഗോപാംഗം സ്വപാർഷതാം താം താം മൂർത്തിം സ്വമന്ത്രതാം പാദ്യാർഘ്യാചമനീയാദ്യേ സ്നാനവാസോ വിഭൂഷണൈ ഗന്ധമാല്യക്ഷതസ്രഗ്ധൂപദീപോപഹാരകൈ സാംഗം സംപൂജ്യ വിധിവത് സ്തവേ സ്തുത്വാ നമേദ്ധരിം. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയധരേ ശേഷാമാധായ ശിരസ സ്വധാമ്യുദ്വാക്ഷിപത്കൃതം. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം. ഇത് കഴിഞ്ഞാൽ തൻ്റെ ആത്മസ്വരൂപത്തെ ആ വിഷ്ണുമയമായതായി സങ്കല്പിക്കണം. സങ്കല്പത്തിനാണ് അവിടെ ശക്തി കൂടുതൽ. വിഷ്ണുവാണെങ്കിൽ വിഷ്ണു, ദേവിയാണെങ്കിൽ ദേവി, ശിവനാണെങ്കിൽ ശിവൻ, ഗണപതിയാണെങ്കിൽ ഗണപതി. അതാ അത് തന്മയമായിട്ട് തന്നെ ആ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ ധ്യാനിച്ചുകൊണ്ട് മൂർത്തിം സംപൂജയധരേ, ഹരിയുടെ മൂർത്തിയെ പൂജിച്ചിട്ട് ശേഷാമാധായാം, ശേഷം എന്ന് വെച്ചാൽ നിർമ്മല്യമായത് ഉപയോഗിച്ചതിന് ശേഷം അർത്ഥം. ദേവനെ നിവേദിച്ച വസ്തുക്കൾ, ദേവന് ചാർത്തിയ മാല, ദേവങ്കിൽ പൂജിച്ച പൂക്കൾ, ഇതെല്ലാം ശേഷമാണ്.
ഇതിനൊക്കെ നമ്മൾ നിർമാല്യം എന്നൊരു വാക്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശേഷം ശിരഫ് കൊണ്ട് ആധായ ധരിച്ചിട്ട് ശേഷം ആധായ ശിരഫ സ്വധാംനി ഉദ്വാഫ്യഫത്കൃതം, എവിടുന്നാണോ ആവാഹിച്ചത് ആ സ്വധാമത്തിലേക്ക് ചൈതന്യത്തെ ഉദ്വസിപ്പിക്കുക, പറഞ്ഞുവിടുക. അങ്ങനെ ബിംബത്തിലോ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിലോ എവിടുന്നാണോ അവിടേക്ക് ഉദ്വസിപ്പിച്ചിട്ട് പൂജയെ പൂർണ്ണമാക്കണം. ഉപാസകനായ താൻ ഭഗവത് സ്വരൂപത്തിനും ഭിന്നമല്ല, രണ്ടുപേരും ഒന്നാണ് എന്ന് അവസാനൊരു മന്ത്രത്തിൽ പറയും. ബ്രഹ്മാർപ്പണം എന്നൊരു മന്ത്രമുണ്ട്. അതിൽ ഞാനും അങ്ങും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്മയമായിട്ട് മുമ്പിലുള്ള ആ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണു ആ ബിംബത്തെ പൂജിക്കണം. എന്നിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം ബിംബത്തിൽ ചാർത്തിയ മാലകള്, ചന്ദനം മുതലായവ എടുത്ത് താൻ ധരിക്കണം. അത് നമുക്ക് ധരിക്കാനുള്ളതാണ്. അത് എന്നിട്ട് ആവാഹനപൂർവ്വം പൂജിച്ചാൽ ഭഗവാനെ ആ ഹൃദയകമലത്തിലോ ബിംബത്തിലൊക്കെ ലയിപ്പിച്ച് ഉദ്ദുഷിപ്പിച്ച് പൂജ പൂർത്തിയാക്കും. ഇതാണ് ഒരു പൂജാവിധാനത്തിന്റെ ചുരുക്കമായ ഒരു പട്ടിക. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾക്ക് ഇത്രയും അറിയണം എന്നില്ല, പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ അറിഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി ആചരിക്കാൻ പറ്റും എന്നൊരു വലിയ ഗുണമുണ്ട്. പലപ്പോഴും അറിയാതാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയദ്ധരേ ശേഷാമാധായ ശിരഫാഫുധാന്യുദ്വാഫ്യഫത്കൃതം. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയദ്ധരേ ശേഷാമാധായ ശിരഫാഫുധാന്യുദ്വാഫ്യഫത്കൃതം. ഏവമഗ്നിർക്കതോയാദൗ അവതിഥൗ ഹൃദയേ ചയ യജതി ഈശ്വരമാത്മാനം ചിരാൻമുച്യതേ ശുഭാം. ഏവം ഇങ്ങനെ അഗ്നി അർക്ക തോയാദൗ, അഗ്നി, സൂര്യൻ, ജലം ഇത്യാദികളിലും അതിഥൗ അതിഥിയിലും, അതിഥി പൂജയും ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത്. അതിഥിയെ ദേവനായി കണ്ടു തന്നെ വേണം പൂജിക്കാൻ. അതിഥി ദേവോഭവ എന്നാണ്. കയറി വരുന്ന അതിഥി ഒരു മനുഷ്യനല്ല, ഒരു ദേവനാണ് എന്ന് സങ്കല്പിച്ച് ദേവനെ പൂജിക്കുന്ന പോലെ അതിഥിയെ പൂജിക്കണം. ഏവം അഗ്നി അർക്കതോയാദൗ അതിഥി ഹൃദയേച, ഹൃദയത്തിൽ ആരാണോ പൂജിക്കുന്നത്, യജതി യജിക്കുന്നത് പൂജിക്കുന്നത്, ഈശ്വരം ആത്മാനം ആത്മസ്വരൂപനായ ഈശ്വരനെ പൂജിക്കുന്ന അചിരാത് മുച്യതേഹിക, വൈകാതെ ഉടൻ തന്നെ അയാൾക്ക് ബന്ധമുക്തി കിട്ടും, മോക്ഷം ലഭിക്കുന്നതാണ് എന്ന്. ഇങ്ങനെ ബിംബത്തിൽ പൂജിക്കുന്നത് പോലെ അഗ്നിയിലാകാം, സൂര്യനെ പൂജിക്കാം, ജലത്തെ പൂജിക്കാം, ഹൃദയത്തെ പൂജിക്കാം, അതിഥികളെ പൂജിക്കാം. ഇങ്ങനെ ഓരോ സ്ഥാനത്തും സർവാത്മാവായ ആ ഭക്തന്മാരുടെ സംസാര സങ്കടത്തെ തീരെ നശിപ്പിച്ച് പരമാനന്ദം നൽകാൻ ഉള്ള ഒരു ഉപായമാണ് ഇത് എന്ന് നിശ്ചയമായും സങ്കല്പിച്ചുകൊണ്ട് ഉപാസിച്ചാൽ സംസാര സങ്കടത്തിൽ നിന്ന് മുക്തനായിത്തീരും. ഇതാണ് തന്ത്രോക്തമായ വിധി. ഇന്ദ്രിയങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ കഴിയാത്ത ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് തന്മയമായി ഭവിക്കാനുള്ളൊരു ഉപായമാണ് ഇവയൊക്കെ. അരൂപനാണ് ഈശ്വരൻ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈശ്വരനെ നമുക്ക് കണ്ടെത്താനാവാതെ വരുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സെന്ന ഇന്ദ്രിയത്തെ ഉറപ്പിച്ച് താൻ ആ സ്വരൂപമായി തീർന്നു എന്ന് സങ്കല്പിച്ച് താൻ പൂജിക്കുന്ന ഉപായ വിധികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ എന്താണ്, അതിസൂക്ഷ്മബുദ്ധികളായവർക്കും അല്ലാത്തവർക്കും സങ്കട നിവൃത്തിക്ക് വേണ്ടി ഈ ക്രിയായോഗം എന്ന മാർഗം രാജാവിന് ഉപദേശിച്ചു. സങ്കട നിവൃത്തിയാണ് ഇതിന്റെ ഫലം തന്നെ. അപ്പപ്പോഴുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിലെ സമസ്ത സങ്കടങ്ങളും വ്യഥകളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾക്ക് ഞാൻ ഈശ്വരനായി തീർന്ന് ഈശ്വരനെ പൂജിച്ചു എന്ന് സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പ ശക്തി കൊണ്ട് ഉണ്ടായ സങ്കടവും മാറി എന്ന് സങ്കല്പിക്കാൻ പറ്റും. ഇതെല്ലാം സങ്കല്പത്തിന്റെ ബലമാണ്. പൂജയിൽ എല്ലാം സങ്കല്പത്തിന്റെ ബലമാണ്. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ പൂജാവിധാനങ്ങൾ ചെയ്ത് സങ്കട നിവൃത്തി വരുത്തി കർമ്മബന്ധത്തിൽ നിന്നും മോചിച്ച് മുക്തനായി തീരണം എന്ന് രാജാവിന് ഈ യോഗീശ്വരൻ ഉപദേശിച്ചു. ഏവമഗ്നർക്കതോയാദാവായ
തോയാദാവതിഥോ ഹൃദയേചയാം യജതീശ്വരമാത്മാനം അജിരൻ മുച്യദേഹിഭാം തോയാദാവതിഥ്യൗ ഹൃദയേചയാം യജതീശ്വരമാത്മാനം അജിരൻ മുച്യദേഹിഭഃ. അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ആ ഒരു അധ്യായങ്ങളെ ഉപസംഹരിച്ചു. സാറേ ഈ അക്ഷരം എന്താ? അക്ഷതം അക്ഷതം അരിയും നെല്ലും കൂടി ചേർന്ന് ധാന്യങ്ങളുടെ സംയോഗമാണ്. അരിയും നെല്ലും മാത്രമേ, മഞ്ഞപ്പൊടിയും കൂടെ ഇടുക. അത് കേരളത്തിന്റെ ഒരു ആചാരമല്ല, ഇത് വെളിയിൽ നിന്ന് വന്നൊരു ആചാരമാണ്. അക്ഷതം ഒത്തിരിയുണ്ട്, പലതരത്തിലുണ്ട്. അരിയും നെല്ലും മാത്രമായിട്ടുണ്ട്, അതുപോലെ മഞ്ഞളും നെല്ലും മാത്രമായിട്ടുണ്ട്, വേറെ ധാന്യങ്ങൾ മാത്രമായിട്ട് ചേർക്കുന്നത് പലതരത്തിലുണ്ട്. 8ഓളം അക്ഷതങ്ങളുണ്ട്. അത് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന അരി നെല്ല് മാത്രമാണെന്ന് മാത്രമേ ഉള്ളൂ. ധാന്യ സംയോഗമാണ് അക്ഷതം, അത്രേ ഉള്ളൂ. നീ അച്ഛനെയൊക്കെ നടത്തുമ്പോൾ പൂ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് തരാറുള്ളതാണ്. ആ അതെ അതെ. ഉദ്ഘോഷിക്കാന്ന് വെച്ചാൽ എവിടുന്നാണോ ആവാഹിച്ചത് അവിടേക്ക് പറഞ്ഞയക്കാം. എവിടുന്നാണ് ആവാഹിക്കുന്നത്? ഹൃദയകമലത്തിൽ നിന്നും ആണെങ്കിൽ അവിടേക്ക് തന്നെ അതിനെ പറഞ്ഞു കൊടുക്കും, തന്റെ ഉള്ളിലേക്ക്. ഇനി ക്ഷേത്രത്തിലെ ബിംബത്തിലാണെങ്കിൽ ഉദ്ഘോഷിക്കണ്ട, കാരണം ആവാഹിക്കുന്ന ചൈതന്യം അവിടെ നിലനിൽക്കണം. വിളക്ക് വെച്ചൊരു പൂജയിലാണെങ്കിൽ ഉദ്ഘോഷിക്കണം, കാരണം ആ വിളക്കെടുത്ത് മാറ്റും. ബിംബം അവിടുന്ന് മാറ്റില്ല, അതെന്നും സ്ഥിരമാണ്, സ്ഥിരപ്രതിഷ്ഠയാണ്. അവിടെ ഉദ്ഘോഷിക്കരുത്. ഉത്ത് എന്ന് വെച്ചാൽ എവിടുന്ന് വന്നോ അവിടേക്ക് തിരിച്ച് എന്നാണ്. ഭക്ഷിപ്പിക്കാത്ത ജയിപ്പിക്കുക പറഞ്ഞത്. സാധാരണ ഹൃദയത്തിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ നിന്നും ആവാഹിച്ച് ഹൃദയത്തിലേക്ക് ഉദ്ദേശിക്കും. അതോ അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നല്ലേ? അപ്പൊ അന്തരീക്ഷത്തിൽ, കാരണം ആ ഒരു ഈ പൂജാവിധാനത്തിൽ അങ്ങനെ പറ്റുള്ളൂ. കാരണം അന്തരീക്ഷത്തിൽ നിന്നുമുള്ള ആ ചൈതന്യം തന്റെ ഹൃദയകമലത്തിലുണ്ട് എന്ന് സങ്കല്പിച്ച് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആവാഹിച്ചു. എവിടുന്ന് ആവാഹിച്ചോ അവിടേക്ക് ഉദ്ദേശിക്കും. ക്ഷേത്രങ്ങളിൽ ഉദ്വാസനമില്ല, ആവാഹനം മാത്രം. സർ, ബിംബപ്രതിഷ്ഠ സമയത്ത് തന്ത്രിയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയല്ലേ എടുക്കുന്നത്? അതെ, അവിടെയാണ് എന്താ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രിയുടെ ഹൃദയത്തിലുള്ള. അതുകൊണ്ടാണ് തന്ത്രി ഒരു ഉപാസകനായി മാറിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ആവാഹിക്കാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ, അല്ലെ പറ്റില്ല. അങ്ങനെ തന്റെ ഹൃദയകമലത്തിലുള്ള ആ ചൈതന്യത്തെ ഈ ക്ഷേത്രം എവിടെയാണോ പ്രതിഷ്ഠിച്ചത് ആ ക്ഷേത്രത്തിന്റെ പരിധിക്കകത്തുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ആത്മചൈതന്യത്തെ തന്റെ ഹൃദയകമലത്തിലുള്ള ചൈതന്യമായി കൂട്ടിച്ചേർത്ത് ആണ് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന സമയത്ത്. എന്നുമില്ല ബിംബം പ്രതിഷ്ഠിക്കുന്ന സമയത്ത്. ശരി ശരി സർ. അതപ്പോ ആ ബിംബത്തിൽ ലയിപ്പിക്കുക എന്നല്ലയോ സാറേ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലയിപ്പിക്കുക, അതെ അതെ, ആ വിഗ്രഹത്തിൽ ലയിപ്പിക്കുക. ലയിപ്പിച്ചാൽ പിന്നീട് ആ ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പമാണ്. സങ്കല്പത്തിന്റെ ശക്തിയാണ് അവിടെ ബലം. കാരണം ഈശ്വരൻ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്, ശരിയാണ്, സകലയിടത്തും ഉണ്ട്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സംശുദ്ധമാക്കിയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സംസ്കരിച്ചിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം വെള്ളം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സംസ്കരിച്ച വെള്ളം മാത്രമല്ലേ കുടിക്കുള്ളൂ. നമ്മളിപ്പം നിൽക്കുന്നിടത്തും നമ്മൾ വഴിയെ നടന്നു പോവുകയാണ്, 2 കിലോമീറ്റർ ദൂരം മുഴുവൻ വെള്ളമുണ്ട്, വഴിക്ക് മുഴുവൻ ഓളം നിറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. എത്ര ദാഹിച്ചാലും കുടിക്കുവോ? ഇല്ല, കാരണം അത് വെള്ളമല്ലേ, അത് കുടിച്ചാൽ ദാഹം തീരെയല്ലേ. അതുപോലെ ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട്, പക്ഷെ ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു പോയിന്റിലോട്ട് നമ്മള് അതിനെ അതെ, എന്താണ് നമുക്ക് കുടിക്കാൻ പകർത്തുന്ന കുടിവെള്ളം വെള്ളത്തിലോ ഫ്രിഡ്ജിലോ അല്ല നമ്മൾ പൂജയിലോ സംഭരിച്ച് വെച്ചിട്ട് അതിൽ നിന്നെടുത്ത് കുടിക്കുന്ന പോലെയാണ്. അതാണ് ദൃഷ്ടാന്തം കൊണ്ടത്. അതെ, ഞാൻ പറഞ്ഞ വഴിനീള വെള്ളമുണ്ട്, അതും വെള്ളമാണ്, കുടിച്ചാൽ ദാഹം പോകും, പക്ഷെ എന്ത് ചെയ്യില്ല, കുടിക്കില്ല. അത് ഈശ്വരൻ
നമ്മൾ ചോദിക്കുന്ന പ്രത്യേകിച്ച് ഒരിടത്ത് തൊട്ട് ശരി. നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈശ്വരൻ എല്ലായിടത്തും ഇല്ലേ, പിന്നെ എന്തിനു നിങ്ങളെ അമ്പലത്തിൽ അദ്ദേഹത്തെ പൂജിക്കുന്നു എന്ന് നമ്മളോട് അങ്ങ് ചോദിക്കാം. അവർക്ക് കൊടുക്കാനുള്ള മറുപടിയാണ്, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വേണം. ദൈനംദിന ജീവിതത്തിൽ ഒരു ഉപയോഗ വസ്തുവാണ് ഇന്ന് ഈശ്വരൻ, ഒരാലംബമാണ്, അവലംബമാണ്. എന്തിനാണ്? ദുഃഖങ്ങൾ മാറ്റി ഞാൻ ശാന്തനായി എന്ന് സ്വയം സങ്കല്പിക്കാൻ ഒരു ഉപാധി നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് ക്ഷേത്രത്തിന് ആവശ്യം. അപ്പൊ അവരവരുടെ ഹൃദയകമലത്തിൽ നിന്നും ഈ ശക്തിയെ കൊണ്ടുവന്നപ്പോ അത്രമാത്രം ഏകാഗ്രതയും വേണം. അത്രമാത്രം എല്ലാം ഉണ്ടെങ്കിലല്ലേ. അതുകൊണ്ടാണ് ഈ പൂജകന്മാരൊക്കെ എന്താണ് ഈ ആവാഹിക്കുന്നതിന് മുമ്പ് പ്രാണായാമം ചെയ്യണം. അതെ, തൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഈ ഷഡാധാരങ്ങളിൽ കൂടി മുകളിൽ കൊണ്ടുവന്നിട്ട് നാഭാദ്വാരത്തിന്റെ ഭാഗത്ത് എത്തിയിട്ട് അവിടേക്കാണ് ഈ അക്ഷരത്തിന് പോലും ആവാഹിച്ചു വരുന്നത്. അത്രയും ചെയ്തതിന് ശേഷം ആവാഹിച്ചെങ്കിൽ ചൈതന്യം പൂർണ്ണമായിട്ട് ആവുകയുള്ളൂ. ഇതൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? എല്ലാമൊന്നും അങ്ങനൊന്നും ആയിരിക്കില്ല, പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത് നന്നായിട്ട്. അതുകൊണ്ടാണ് സാറേ ഇങ്ങനെ ജീവൻ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം പിതൃസ്ഥാനത്ത് തന്ത്രിയെ കരുതുന്നതില്ലേ? അതുകൊണ്ടാണ് പ്രശ്നം. കാരണം എന്താ, തന്ത്രിയുടെ ഉള്ളിലുള്ള ഹൃദയകമലത്തിലുള്ള ചൈതന്യത്തെയാണ് ഈ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ വിധി. അതെ, ഇങ്ങനെയാണ് എന്റെ വിധി. അപ്പം ക്ഷേത്രത്തിൽ ഒരു പൂജ എന്ന് പറഞ്ഞാൽ ഇത്രയും. പൂജാരി ആദ്യം എന്ത് ചെയ്യണം, അതിന് അധികാരിയായിട്ട് തീരാൻ ദേഹശുദ്ധി എന്ന് പറഞ്ഞ വലിയ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ ചെയ്യും. ആദ്യം ഇദ്ദേഹം കുളിച്ച് ശുദ്ധമായിട്ട് വരണം. എന്നിട്ട് അവിടെ ഇരുന്ന് തൻ്റെ ഈ ശരീരത്തെ അഗ്നിമന്ത്രം കൊണ്ട് നശിപ്പിച്ചു കളയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം മന്ത്രപൂരിതമായ ലിപിന്യാസം കൊണ്ട് ഒരു ശരീരത്തെ ഉണ്ടാക്കും. ആ ശരീരത്തിന്റെ അകത്തു നിന്നാണ് ഈ ചൈതന്യത്തെ ആവാഹിക്കുന്നത്, അല്ല പറ്റില്ല. അതാണ് ആദ്യം ദേഹശുദ്ധി, ആത്മാരാധന എന്നൊക്കെ പറയും. അതിനുശേഷം എവിടേക്കാണ് ആവാഹിക്കേണ്ടത്, ആ ദേവചൈതന്യം ഇരിക്കാൻ പകത്തിന് പീഠം ഉണ്ടാക്കിയിട്ട് ആ പീഠത്തെ പൂജിക്കണം. അതിന് പീഠപൂജ എന്ന് പറയും. അതിനുശേഷമാണ് അതിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുന്നത്. അതിന് മൂർത്തി പൂജ. മൂർത്തിയത്തെ ഏത് മൂർത്തിയാണോ പൂജിക്കുന്നത് ആ മൂർത്തിയെ ആവാഹിച്ച് അതിന് അർഘ്യം കൊടുത്ത്, പാദ്യം കൊടുത്ത്, ജലം, ഗന്ധം, പുഷ്പം, അക്ഷതം, മാല്യം ഇതൊക്കെ കൊടുത്ത്, നിവേദ്യം കൊടുത്ത്, ധൂപദീപങ്ങളൊക്കെ കൊടുത്ത് അതിനെ പ്രസന്ന പൂജ ചെയ്ത് സന്തോഷിപ്പിച്ച് ധാരാളം സ്തുതിച്ച് ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അപ്പോഴാണ് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ദേവന്റെ ഈ പ്രസാദം നമുക്ക് തീർത്ഥമായും അല്ലെങ്കിൽ ചൂടാനുള്ള പ്രസാദമായിട്ടും സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോഴാണ് പൂജയുടെ പൂർണ്ണത ഉണ്ടാകുന്നത്. സാറിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യ. കാരണം എന്തുമാത്രം പൂജ കഴിക്കുന്നയാളാണ്. അതൊരു ഭാഗ്യം തന്നെയാ. സാറിതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പൂജ ചെയ്യുന്നത്. ബാക്കി എത്രയോ പേര് എത്രമാത്രം മനസ്സിലാക്കി ചെയ്ത അതാ സംശയം ചോദിച്ചു. അതുകൊണ്ടാണ് ശരിക്കും പൂജ പഠിച്ച് അറിഞ്ഞ് ശരിക്കും ചെയ്തെങ്കിൽ അതിന്റെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് ശരി. അപ്പം ഭക്തന്മാരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം ശരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ സാറേ, അപ്പം ഇതുപോലുള്ള പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്ക് ഐശ്വര്യം കാണുള്ളൂ അല്ലേ സാറേ? തീർച്ചയായിട്ടും ഉള്ളൂ. എന്താ പഞ്ചാംഗം എന്നാണ് ക്ഷേത്രത്തിന് 5 അംഗങ്ങൾ ഉണ്ടാകും. 5 ആൾക്കാർ കൂടി ചേരണം. പഞ്ചായത്ത് പോലെയാണ്. അതിൽ ഒന്ന് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥനാണ്, ഊരാളുണ്ടാവും. ആരുടെയാണോ ക്ഷേത്രം അവൻ. 1. 2 തന്ത്രി, 3 പൂജകന്മാർ, 4 പരിചാരകന്മാർ എന്നുവെച്ചാൽ വാദ്യക്കാരെ, മേളക്കാരെ, തൂത്ത് വിളിക്കുന്നവരെ, പൂകൊണ്ടിരുന്നവരെ, ഇവരെല്ലാം പരിചാരകന്മാരാണ്. 5 ഭക്തന്മാർ. അതെ, ഈ 5 പേര് ഒന്നിച്ചു കൂടുമ്പോഴേ ക്ഷേത്രം ചൈതന്യത്താവുകയുള്ളൂ. ഭക്തന്മാരില്ലാത്ത ഒരു ക്ഷേത്രവും ചൈതന്യമാവില്ല. പക്ഷേ ഏറ്റവും വലിയ ആദ്യത്തെ 4 കൂട്ടിൽ പ്രതിഫലം വാങ്ങുന്നവരാണ്. ഭക്തന്മാർക്ക് മാത്രമില്ല. ഭക്തന്മാർക്ക് പ്രതിഫലം ഇല്ലല്ലോ. ഉടമസ്ഥന് ഈ അമ്പലത്തിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അയാൾക്ക് എടുക്കാം. തന്ത്രിക്കുണ്ട്, ദക്ഷിണയുണ്ട്. പൂജകനുണ്ട്, ശമ്പളമുണ്ട്, ദക്ഷിണയുണ്ട്. പരിചാരകന്മാർക്ക് എന്തുണ്ട്, എന്താ ശമ്പളം. 4 പേരും പ്രതിഫലം പറ്റുന്നവരാണ്.
ഒരാൾ ഒഴിച്ച് ഭക്തന്മാർക്ക് മാത്രം അതില്ല. അപ്പൊ അത്ര ഭക്തന്മാരുണ്ടെങ്കിലല്ലേ ദക്ഷിണ കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര പ്രാധാന്യം ഭക്തന്മാർക്ക് ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളതാണ്. സാറ് ദക്ഷിണ ശരിക്കും പ്രതിഫലം എന്നുള്ള അർത്ഥത്തിലാണോ സാറ്? എന്താ പ്രതിഫലം വെച്ചാൽ ചെയ്യുന്ന കർമ്മത്തിന് അപ്പോൾ നമ്മൾ അതിന്റെ സന്തോഷ സൂചകമായി സമർപ്പിക്കുന്ന ഉപഹാരമാണ് ദക്ഷിണ. അത്രേ ഉള്ളൂ. അതിനെങ്കിൽ പിന്നീട് അതിന് ശമ്പളമൊന്നും പ്രതിഫലമൊന്നും ഒക്കെ ഓരോ വാക്കിൽ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉപഹാരമാണ്. അത് ശരിക്കും മാനസ പൂജയ്ക്ക് ഈ ആദ്യത്തെ ചടങ്ങുകളൊക്കെ വേണോ? വേണ്ടല്ലോ. ഇല്ല, ഇതെല്ലാം മനസ്സിൽ സങ്കല്പിച്ചാൽ മാത്രം മതി. സ്നാനവും അർഘ്യവും ജലവും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കൊടുക്കുക മാത്രമല്ല. ഉപകരണങ്ങളും പാത്രങ്ങളും ഒന്നുമില്ല, വേണ്ടല്ലോ. ഒന്നുമില്ല. മാനസപൂജ അതും ഈ പൂജയിലെ ഒരു അംഗമാണ്. ആദ്യം മാനസപൂജ ചെയ്തിട്ടാണ് ബാക്കി പൂജ ചെയ്യുക. ഈ പൂജയിൽ മാനസപൂജ ഉണ്ട്. അല്ല, അവസാനം പറഞ്ഞല്ലോ നമുക്ക് വെള്ളത്തിലോ അഗ്നിയിലോ ഒക്കെ പൂജിക്കാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലും ഹൃദയത്തിലും പൂജിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മാനസ പൂജയ്ക്കും ഇതുപോലെ വേണ്ടല്ലോ, നമ്മൾ അങ്ങ് സങ്കല്പിച്ചാൽ മതിയല്ലോ ഭഗവാനെ അവിടെ. ഈ പറഞ്ഞ എല്ലാം ഭഗവാനെ പീഠത്തിലേക്ക് നമ്മൾ ആവാഹിച്ചു എന്ന് സങ്കല്പിക്കുക, അദ്ദേഹത്തിന് അഭിഷേകം ചെയ്തു എന്ന് സങ്കല്പിക്കുക, വസ്ത്രം കൊടുത്തു എന്ന് സങ്കല്പിക്കുക, പിന്നെന്താണ് ആഭരണങ്ങൾ അണിയിച്ചതെന്ന്, നിവേദ്യം കൊടുത്തു എന്ന്, ഇതൊക്കെ സങ്കല്പത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. സങ്കല്പിക്കണം സാറേ. അപ്പൊ ഒരു ക്ഷേത്രത്തിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്ന ഭക്തരാണല്ലോ ശരിക്കും. അനുഗ്രഹം കിട്ടുന്നത്. അപ്പൊ ഭക്തന് ഈ 4 പേരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലേ? ഉണ്ട്. കാരണം ഈ 4 പേര് ഇത്രയും ചെയ്യുമ്പോഴാണ് ഭക്തൻ അവിടെ എത്താൻ പറ്റുന്നത്. അതെ തീർച്ചയായും. അപ്പൊ ശരിക്കും അതുപോലെയുള്ള മനസ്സോടുകൂടി വേണം ദക്ഷിണ കൊടുക്കാനും കാണിക്കയിടാനും വഴിപാട് കഴിക്കാനും ഒക്കെ എല്ലാം. കാരണം മാല്യം മാല ഇത് തമ്മിൽ എന്താ സാർ? മാല്യം ഉപയോഗിച്ചു കഴിഞ്ഞാണ് മാല്യം. നിർമാല്യം അല്ലേ? അങ്ങനെ മാലയെ മാറ്റുന്ന പ്രക്രിയയുടെ പേരാണ് നിർമാല്യം, നിർഗതമായ മാല്യം. അതാണ്. ഒത്തിരി സംശയങ്ങളാണ് ഈ ക്ഷേത്ര കാര്യത്തിൽ. അതെല്ലാം നമ്മൾ ദൂരീകരിച്ച് അറിഞ്ഞിരിക്കുന്നതാണ് വാസ്തവത്തിൽ. ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം കിട്ടി. നല്ല നന്ദിയുണ്ട് സാർ. പോകുന്നു, തൊഴുന്നു, വരുന്നു, അത്രയൊക്കെ ഉള്ളൂ. എന്താണ് നടക്കുന്നത്, എന്തിനാണ് എന്നുള്ളൊരു ചെയ്തല്ലാതെ. ഇങ്ങേറ്റം നമ്മുടെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആ കല്ലുകൾ കണ്ടു. ഫ്രാൻസിസ് സാർ പറഞ്ഞപ്പോഴല്ലേ ഇതിന്റെയൊക്കെ പൊസിഷന്റെ ഒക്കെ ഒരു വെലിക്കല്ലുകൾ. വെലിക്കല്ലിന്റെ കാര്യം അവിടെ ഇവിടെ എല്ലാം കല്ലുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതെ, എന്തോ നമുക്കറിയില്ലല്ലോ. അച്ഛനമ്മമാരോട് അതേ ചവിട്ടരുത്, ഒഴിഞ്ഞു പൊയ്ക്കോണം. അതെ, അതൊക്കെ വാസ്തവത്തിൽ ദേവചൈതന്യങ്ങളാണ്. അതെല്ലാം തന്നെ അത് നമുക്ക് സ്പർശിക്കാൻ പോലും പാടില്ലാത്തതാണ്. പക്ഷേ അതേ കാലിലെത്തിയാൽ പിന്നെ കൈകൊണ്ട് വീണ്ടും ഒന്നുകൂടെ അദ്ദേഹത്തോട്. പക്ഷെ ഇതൊക്കെ ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം എന്താണ് ക്ഷേത്രം, എന്താണ് അല്ല, ഇതൊന്നും അറിയാം. കാരണം നമ്മള് വെറും എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു എന്നുള്ള നമ്മൾ ഇത്ര കാര്യമായിട്ട് വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഭക്തന്മാര് അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്നവര് അത് മനസ്സിലാക്കി ചെയ്യുവാനുള്ള ഒരു കാര്യങ്ങൾ ഭാഗവത സന്ദർഭം കിട്ടിയപ്പോൾ ഇക്കാര്യം വിസ്തരിച്ച് പിന്നിച്ചില്ലേ. അത് കൈവെക്കാത്ത വിഷയം എന്താണ് ഭാഗവതം? അത് വ്യാസന് അന്നേ അറിയാം ഇന്നിപ്പോ സംഭവിക്കാൻ പോകുന്ന. ഇതെല്ലാം എഴുതി വെച്ചിട്ടും ഇതിന്റെ പ്രാധാന്യം അത് ജനങ്ങളിലോട്ട് എത്തിച്ച് ഇതിന്റെ ഇതേമാതിരിയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകും. നമ്മൾ എന്തിനാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഇന്നതിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു അവബോധത്തോടു കൂടി ചെയ്യണ്ടേ. അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാ വിദ്വാൻ യജതി എന്ന്. അറിഞ്ഞിട്ട് ചെയ്യണം.
ഇത് ഇത് ഒന്നും അറിയാതെ വെറുതെ പോയിട്ട് വരിക എന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെയാണ് സാറേ, നമ്മുടെ ക്ഷേത്രപാലകന്റെ സങ്കല്പം എന്തോ സാറേ? ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നവർ എന്നാണ്. അതൊരു ദേവനാണോ? അതെ, വൈകുണ്ഠത്തിൽ കാവൽക്കാരില്ലേ രണ്ടുപേര്, ഓ ഓ അതുപോലെ എല്ലാ ദേവന്മാരുടെയും മുമ്പിൽ അതിന്റെ എന്താ സംരക്ഷകൻ. അവർക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉപദ്രവങ്ങളും ബാധകളും ഒരു വഴിയും ഏൽക്കാതിരിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ക്ഷേത്രപാലകന്മാർ. അതെല്ലാ ക്ഷേത്രത്തിലും ദേവന്റെ മുമ്പിലുണ്ട്. അതും ദേവന്മാര് തന്നെയാണ്. ക്ഷേത്രപാലന്മാർ ദേവന്മാരാണ്. അതാണ് ഈ വാതിൽക്ക് വെച്ചിരിക്കുന്ന രണ്ട് സ്വരൂപങ്ങൾ. അതും കഴിഞ്ഞ് നമ്മൾ മുമ്പിൽ ഇറങ്ങുമ്പോൾ മണ്ഡപത്തിൽ വാഹനമുണ്ട് ദേവന്റെ, അതും ദേവൻ തന്നെയാണ്. മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന വാഹനവും ദേവൻ തന്നെയാണ്, ദേവന്റെ വാഹനമാണ്. അത് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞാൽ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു, ഈശാനൻ, കുബേരൻ എന്ന അഷ്ടദിക്പാലകന്മാരുണ്ട്. അവരും ദേവന്മാരാണ്. അവരെയാണ് അവിടുത്തെ ഓരോ ബലിക്കല്ലുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഇവരൊക്കെയും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ ഇതിന്റെ ചുറ്റും അകത്തും പുറത്തും ഒക്കെ ആയിട്ട് എല്ലാം ദേവചൈതന്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. ആ പാകത്തിനാണ് ക്ഷേത്രത്തിന് സംവിധാനം ചെയ്തിരിക്കുന്നത്. സാറേ, കിംപുരുഷന്മാരെന്ന് ചെയ്യുമ്പോൾ എന്താണ് കിംപുരുഷൻ എന്ന ഗന്ധർവന്മാരെ പോലെ ഒരു വിഭാഗം ദേവന്മാർ. നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ല് വലതുവശത്ത് വരണമെന്ന് പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെ? നമ്മള് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ വലതുവശത്തായിട്ടായിരിക്കണം ബലിക്കല്ല് എന്ന് പറയുന്നുണ്ടല്ലോ. ബലിക്കല്ലിന്റെ പുറത്തുകൂടി വേണം പ്രദക്ഷിണം വയ്ക്കാൻ. പ്രദക്ഷിണം വീശി അപ്പൊ പിന്നെ ശിവക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോ തിരിച്ചു വരത്തില്ലേ? ശിവക്ഷേത്രത്തിൽ മാത്രം അങ്ങോട്ട് പോകുമ്പോൾ പുറത്തുകൂടെയും തിരിച്ചു വരുമ്പോൾ അകത്തൂടെയും വേണം. ശിവക്ഷേത്രങ്ങൾ മാത്രം ഭവ്യാപഭവ്യ മാർഗം എന്ന് രണ്ട് മാർഗമുണ്ട്. ലേഖസഹസ്രനാമത്തിൽ നിങ്ങൾ പഠിക്കുന്നത് ഭവ്യാപഭവ്യ മാർഗ സ്ഥായി എന്ന് 3 മന്ത്രമുണ്ട്. അതിനകത്ത് ഭവ്യം അപഭവ്യം, വലത്തൂടെയും ഇടത്തൂടെയും പോവാം. ഈ 2 മാർഗങ്ങളാണ്. അത് 2 ഈ 2 മാർഗങ്ങൾ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. ശിവന്റെ കൂടെ എവിടെയായാലും ദേവി ഉണ്ട് എന്നാണ് സങ്കല്പം. എവിടെ ശിവനെ പ്രതിഷ്ഠിച്ചാലും അവിടെ ദേവിയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒന്ന് ആദ്യം ബലിക്കല്ലിന്റെ പുറത്തുകൂടെ പോയി ആ ഓവുകലിന് അവിടെ ചെന്നത്, അവിടെയാണ് ഭവ്യാപഭവ്യ മാർഗത്തിന്റെ തുടക്കം. അവിടെയാണ്. ഓവിന് വേണ്ടി പ്രാധാന്യമൊന്നുമില്ല, ആ സ്ഥാനമാണ്. പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ അടയാളം പറയുന്ന. അവിടുന്ന് വീണ്ടും തിരിച്ചു വരുമ്പോൾ അകത്തുകൂടെ കയറി വന്ന് വീണ്ടും ആ ഓവിന്റെ സ്ഥാനത്ത് ചെല്ലുമ്പോൾ പ്രദക്ഷിണം പൂർത്തിയാകും. അതിന് ഭവ്യം അപഭവ്യം എന്ന 2 മാർഗങ്ങൾ. ഈ 2 മാർഗത്തിൽ കൂടിയുള്ള ഒരു സഞ്ചരണത്തിന്റെ ഭാഗമാണ് ശിവക്ഷേത്രത്തിൽ മാത്രം, വേറെയൊന്നുമില്ല. തിരുനക്കര ആ ഓവിന്റെ അവിടെ വരുമ്പോഴേ നമ്മള് അകത്തൂടെ വന്നിട്ട് പുറത്തൂടെ അല്ലേ വരുന്നേ? ബലിക്കല്ല് അവിടെ ആയോണ്ടേ ബലിക്കലിനോട് വരുമ്പോൾ നമ്മള് എപ്പോഴും അങ്ങോട്ടുള്ള ആദ്യത്തെ പ്രദക്ഷിണം, അതായത് അങ്ങോട്ട് ചുറ്റുന്ന ഇടത്തൂടെ, അതായത് ബലിക്കല്ലിന്റെ പുറത്തൂടെ പോകണം. എന്നിട്ട് ഓവുകളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ബലിക്കല്ലിന്റെ അകത്തൂടെ പ്രദക്ഷിണം വെച്ച് പിന്നെ അകത്തൂടെ വരണം. പിന്നെ അകത്തൂടെ വന്നിട്ട് പുറത്തോട്ട് പോരും. പുറത്തോട്ട് വടക്ക് വശത്ത് വരുമ്പോ അല്ലേ? അതെല്ലാരും തിരിച്ചാ എടുക്കുന്നത്. അത് നമ്മള് അപ്പൊ വലതുവശത്ത് വരണമെങ്കിൽ നമ്മള് തിരിച്ച് പുറത്തോടെ വന്നാലേ പറ്റുള്ളൂ. എപ്പോഴും ആദ്യം കേൾക്കേണ്ടത് ആ പ്രദക്ഷിണത്തിന്റെ ആദ്യത്തെ ഭാഗം ഭവ്യമാണ്. എന്നുവെച്ചാൽ ബലിക്കലിന്റെ പുറത്തൂടെ തന്നെ പോകണം. രണ്ടാമത് വരുമ്പോൾ അകത്തൂടെ തന്നെ പോകണം. ഇതാണ് എന്റെ വിധി. ഇതൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാരും ശീവേലി പ്രദക്ഷിണം നോക്കുമ്പോ നമുക്കറിയാം അവർ ഇപ്പുറത്തൂടെ പോകും. അതെ അതെ. അത് പക്ഷെ ആരോടും പറഞ്ഞാലേ അവരനുസരിക്കത്തില്ല, പുറത്തൂടെ തന്നെ വരും. ശരി, ഇപ്പോഴാ അത് ക്ലിയർ ആയി സാർ. അതെ. ഓ അത് ശരി. ഉത്സവബലിക്ക് ഒത്തിരി ഓവും ഗംഗയായിട്ട് ബന്ധമൊന്നുമില്ല സാറേ? മാത്രല്ല ഓവും ഗംഗയായിട്ട് ഒരു ബന്ധമില്ല സാറേ. ഉത്സവ ബലിക്ക് പൂജ ചെയ്യുന്ന ഒത്തിരി ബലിക്കല്ലുകളുടെ പ്രത്യേകതയോ സാറേ, അതോടെ ഒന്ന് പറയുമോ? അത് നമുക്ക് 1 മണിക്കൂർ പറയാനുണ്ട്, വിസ്തരിച്ച് പറയാം. ഉത്സവബലിക്കല്ല, ശീവേലിയും ശ്രീഭൂതബലിയും ഉത്സവബലിയും ഇത് 3 ആണ് അമ്പലത്തിൽ നടക്കുന്നത്. ശീവേലിയുണ്ട്, ശ്രീഭൂതബലിയുണ്ട്, ഉത്സവബലിയുണ്ട്. ഇത് 3
അതിനകത്തും പുറത്തുമുള്ള ക്ഷേത്ര സംരക്ഷകരായ ദേവതകൾക്ക് നൽകുന്ന ബലികർമ്മങ്ങളാണ്. ശീവേലിക്കാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊടുക്കുള്ളൂ. ശ്രീഭൂതിക്ക് അതല്ല, 3, 4, 5 പ്രാവശ്യം കൊടുക്കണം ശ്രീഭൂതിക്ക്. ഉത്സവ ബലിയും അത് തന്നെയാണ്. അത് കുറച്ചുകൂടെ കേമമാവും. അതായത് ആദ്യം 1-2 വറ്റ് കൊടുത്തുകൊണ്ടിരുന്നതാണെങ്കിൽ അത് ധാരാളമാക്കി കൈ നിറച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ പൂജയായിട്ട് തന്നെ ചെയ്യണം അവർക്ക്. അല്ലാത്തപ്പോ പൂജ വേണ്ട, വെറും നിവേദ്യം തൂകിപ്പോന്നാൽ മാത്രം മതി. ഉത്സവ ബലിക്ക് അതല്ല, ഉത്സവത്തിന്റെ ഒരു ആഘോഷമായിട്ട് തന്നെ അത് വിപുലമാക്കി നടത്തുന്ന ഒരു ആഘോഷമാണ്. മറ്റേ തന്നെയാണ് ചടങ്ങ്, വ്യത്യാസമൊന്നുമില്ല. ശിവേലിക്കും ശ്രീഭൂതരിക്കും നടത്തുന്ന തന്നെയാണ്, പക്ഷെ ഇവിടെ പൂജയായിട്ട് മാറും. ഓരോ ഞാൻ പറഞ്ഞേ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് ഇപ്പം എന്താണ് തന്ത്രിയോ മേശാന്തിയോ പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം ദ്വാരപാലകന്മാരാണ്. അത് അകത്തുമുണ്ട് പുറത്തുമുണ്ട് 4 ദ്വാസ്ഥന്മാരാണ്. പിന്നെ ബലിക്ക് ഇവിടെ മണ്ഡപത്തിൽ ദേവനാണ്, ദേവന്റെ വാഹനമാണ്. അവിടെയും തൂകിയതിനു ശേഷം അഷ്ടദിക്പാലകന്മാരാണ്. ആദ്യത്തെ പ്രദക്ഷിണത്തിൽ അവരാണ്. രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ അഷ്ടദിക്പാലകന്മാരെ കൂടാതെ എന്താണ് ഈ തെക്ക് മൂലക്കായിട്ട് 2 ബലിക്കലുണ്ടാകും. ഈ അര്യമാവുന്നൊരു ദേവനാണ്. അത് വരുണന്റെ കൂടെ നിൽക്കുന്ന ദേവതയാണ്. ആ ഭാഗത്തെ ആയിരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ശാസ്താവുണ്ട്, കുബേരനുണ്ട്, ചന്ദ്രനുണ്ട്. ഇങ്ങനെ കുറേ ദേവതകൾ അവിടെ ചുറ്റുമായിട്ട് വിളിക്കൽ. ഇവരെയൊക്കെ പൂജിച്ച് ഇവർക്കെല്ലാം ബലി കൊടുത്തിട്ടാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോപുരത്തിൽ ദ്വാസ്ഥന്മാരുണ്ട്. അവർക്കും കഴിഞ്ഞാൽ വലിയ ബലിക്കല്ല് ബ്രഹ്മാവെന്ന് സങ്കല്പിച്ചിട്ടാണ്. അവിടെ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ ചുറ്റുമായിട്ട് നവദേവതകൾ 12 പേരുണ്ട്. 9, 3, 12 ദേവതകൾ അതിന് ചുറ്റുമുണ്ട്. അത് ഈ ബലിക്കലിന് സംരക്ഷകരാണ് അവർ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ കൊടിമരമാണ്. കൊടിമരത്തിന്റെ ചുറ്റുമായിട്ട് ധ്വജദേവതകൾ എന്ന് പറഞ്ഞ് ഒരു 8 ബലിക്കല്ലുകൾ അവിടെ കാണും. അവർ ധ്വജദേവതകളാണ്. അത് കഴിഞ്ഞാൽ ഈ ധ്വജദേവതകളെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും 8 ദേവതകളുണ്ട്. ഇവരുടെ സംരക്ഷകരാണ്. ഇവരും ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയാൽ 1, 2, 3, 4, 5 പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രപാലൻ എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. അത്രയും കഴിയുമ്പോൾ പൂർണ്ണമാകും. ഇവിടെ എല്ലാം പൂജയായിട്ട് ചെയ്യണമെന്നാണ്. ഏതാണ്ടൊരു 44 പൂജ കഴിക്കണം, എന്നാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അതിന് 6-8 മണിക്കൂർ എടുക്കും വിസ്തരിച്ച് ചെയ്യാനാണെങ്കിൽ. സാധാരണ ഉത്സവത്തിലേക്ക് അകത്തെ ബലിക്കലുകൾ മാത്രമേ പൂജ ചെയ്യാറുള്ളൂ, പുറത്ത് ചെയ്യാറില്ല. അതും കൂടി ചെയ്യാൻ പോയാൽ 4 മണിക്കല്ല, 5 മണിക്കല്ല, രാത്രി 7 തീരില്ല. അത് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണം എന്നൊക്കെയാണ് എൻ്റെ വ്യവസ്ഥ. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ അമ്പലത്തിൽ രീതി നടക്കാറില്ല. അതൊക്കെ ഒത്തിരി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് വിട്ടേക്കാം. അതേപോലെ ഒത്തിരി പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതാവുള്ളൂ. അത് ആളുടെ ഉത്സവത്തിൽ കാണുമ്പോൾ തന്നെ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അത് ഉദാഹരണത്തോടെ കാണിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഇത്ര ആണേലും സാർ ആരും പറഞ്ഞു തരത്തില്ല, നമുക്ക് അറിയത്തില്ലാത്തോണ്ട് ചോദിച്ചത്. ഒരു കുഴപ്പമില്ല, പറയാം. എത്ര വേണമെങ്കിലും പറയാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗവതം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായില്ലേ സാർ? പൂജ ചെയ്യുന്നവരും ഭക്തരും ഒക്കെ അത് വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന മുഴുവൻ ഇതാണ്. സാറേ, ശിവക്ഷേത്രത്തിൽ മുഴുവൻ പ്രദക്ഷിണം വെക്കാത്തതിന് കാരണം അതല്ലേ ഇപ്പൊ നമ്മൾ ഓവിന്റെ അവിടെ വരുമ്പോ തിരിച്ചു പോരുകയല്ലേ? അത് എവിടെയോ ഞാൻ മറ്റേ തുടങ്ങുന്ന മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ആ കുഴപ്പമില്ലല്ലോ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ശിവക്ഷേത്രങ്ങളിൽ ദേവി കൂടെ ഉണ്ടാവും. എപ്പോഴും ദേവിയുടെ കൂടി ഇരിക്കത്തുള്ളൂ. 2 ദേവതകളാണ് അവിടെ. അപ്പൊ ഭവ്യ അപഭവ്യം എന്ന 2 മാർഗം ഇങ്ങനെ 2 പേർക്ക് വരും. ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമായുണ്ടാണ്. പക്ഷെ പിന്നെ എവിടെയോ വായിച്ചു സാറേ, മറ്റേ ഗംഗ ഒഴുകുന്നാണോ ഗംഗ കടക്കാൻ പറ്റിയല്ലാത്തതിന്റെ ഒരു സങ്കല്പം അത്രയെന്ന്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ശ്വാസത്തിൽ ഓവിൽ കൂടെ ഗംഗയാണ് ഒഴുകുന്നത്. ഗംഗ കടക്കാൻ പറ്റിയല്ലാത്തതിന്റെ സങ്കല്പം അത്ര എന്നത്. അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയായി. താത്വിക അംശം പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു ഉദാഹരണ കഥയിൽ കൂടി അവിടെ ഗംഗയാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം അതല്ല.
പക്ഷെ ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുവഴി ഗംഗ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗംഗ ഒഴുകി പുറത്തേക്കല്ലേ വരും. അങ്ങനെ പുറത്തുള്ള പറ്റത്തില്ലല്ലോ. പുറത്തുള്ള പറ്റിയല്ലേ? പുറത്തൂടെ പറ്റും. അതുപോലെ പിന്നെ ഗംഗ അവിടെ നിന്ന് നിൽക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഇത് നമ്മളെ തൽക്കാലത്തേക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ഈ ഭവ്യാപഭവ്യ മാർഗത്തെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു പഠിപ്പിക്കാൻ മേലാത്തോണ്ട് അത് പറയാതിരുന്നിട്ട് അവിടെ ഗംഗയാണ്, അതിന്റെ അപ്പുറത്തെ മറികടക്കലെന്ന് മാത്രം പറഞ്ഞിട്ട് എളുപ്പമായി. അങ്ങനെ നമ്മളെ കൊണ്ട് ജയിച്ചത് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ലളിതാസഹസ്രനാമത്തില് സൗര്യമാർഗം പറയുന്നുണ്ട്. ഉണ്ട്. അതാ പറഞ്ഞത് ഭാവശ്രമത്തിലുള്ള വരിയാത്. ഭവ്യാപഭവ്യ മാർഗസ്ഥ സർവ്വ നിവാരിണി എന്ന് പറഞ്ഞ എന്റെ തൊണ്ട. ഇത്രയെങ്കിലുമൊക്കെ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രാചാരത്തെക്കുറിച്ചും പൂജയെക്കുറിച്ചും പ്രദക്ഷിണത്തെക്കുറിച്ചും എല്ലാം കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷം. ആയിക്കോട്ടെ. ഈ സന്ദർഭം വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഭാഗവതത്തിലെ പിന്നെ രാമായണത്തിൽ ക്രിയാമാർഗം ഉപദേശിക്കുന്നുണ്ട്. അല്ല, സപ്താഹം കേൾക്കാൻ വരുന്നവർക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ശരിക്കും പറഞ്ഞു കൊടുത്താലും മതി. അമ്പലത്തിലെ ശരിയാ സാറേ, നമ്മള് എന്നും ചെയ്യുന്ന കാര്യമാണ്. അതെ. നിങ്ങൾ ഇങ്ങനെ വേണം അമരം ഉപയോഗിക്കാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ ധാരാളമായി. അതെ, അതുപോലും ചെയ്യുന്നില്ല. ഇല്ല, ഏകാദശം എന്താ പറയാറുമില്ല. വായിച്ചു വിടും, പക്ഷെ പറയാറില്ലല്ലോ. അഥവാ പറഞ്ഞാൽ ഇതൊന്നും പറയാറില്ല. സാറെ, പൂജയെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് അറിയാവുന്നവർക്കല്ലേ പറയാനോ, ചുമ്മാ പറയാനോ. അത് പഠിച്ചു പറയണം. അറിഞ്ഞാലല്ലേ പറയാൻ പറ്റും. അല്ല, അതിന്റെ ഇപ്പൊ അതായത് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാരും ഇതാ ധരിച്ചു വെച്ചിരിക്കുന്നേ. അതായത് ശിവക്ഷേത്രങ്ങളില് പിന്നെ ഗംഗ ഭഗവാന്റെ തലയിലുണ്ട്, ഗംഗ ഒഴുകുന്നു. അപ്പൊ ഗംഗയെ നമ്മള് കവച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. നമ്മളെങ്ങനെ വിശ്വസിപ്പിച്ചു, അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോഴേ ഇതല്ല അതിന്റെ കഥ വേറെയാ. അതെ. അല്ല, ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ സാധാരണ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു പ്രബോധനം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ക്ഷേത്രത്തിൽ. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും 90% ആൾക്കാരും അമ്പലം ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ആ സ്ഥിതിക്ക് അമ്പലത്തിന്റെ എല്ലാം അവർ ശരിക്കും അറിഞ്ഞിരിക്കുന്നവരാണ് വാസ്തവത്തിൽ. കുറഞ്ഞപക്ഷം ഇതേമാതിരിയുള്ള ഇങ്ങനെ സപ്താഹം ഇതൊക്കെ നടക്കുന്ന വേദികളിലെങ്കിലും കാരണം അത് അമ്പലം ആശ്രയിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ വരുന്നത്, അമ്പലത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ നടക്കുന്ന പൂജാവിധാനങ്ങളെ കുറിച്ച്, അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളെ വഴിപാട് എങ്ങനെ സമർപ്പിക്കണം, ഇതൊക്കെ എന്താണ് വഴിപാട്, ഇങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇങ്ങനെ അടുത്ത അധ്യായം നമുക്ക് ഇന്ന് ആവില്ലല്ലോ, അല്ലേ? സമയമായില്ല. അല്ല, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ സൗര്യമാർഗസ്യ സർവോപദ്യ നിവാരണം എന്ന് പറഞ്ഞ് വരുന്നുണ്ടല്ലോ. അതാ ഞാൻ ഓർത്ത് സാറ് പറഞ്ഞത്. സർവാപദ്യ നിവാരണം എന്ന് പറഞ്ഞു. ആപത്ത് നിവാരിണി എന്ന് രണ്ട് അവസാനം വരികയുണ്ട്. അതൊക്കെ വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോ ഇതൊക്കെയാണ് വരുന്നതെന്ന് അറിയാറില്ലെന്ന് മാത്രം. സാറേ, പിന്നെ ഈ ദേവിക്ക് 3 വിഷ്ണു ഭഗവാന് 4 ഒക്കെ പ്രദക്ഷിണങ്ങള്
അതെ, പ്രദക്ഷിണം വെക്കുന്നതിന് വാസ്തവത്തിൽ പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല, എത്ര വേണമെങ്കിലും വെക്കാം. പ്രദക്ഷിണ ശതം സഞ്ചാരേ വസ്തുമേ, 100 കണക്കിന് പ്രദക്ഷിണം വെക്കാം. പക്ഷെ അത് അത്രയും പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതാത് ദേവന്മാരുടെ ഈ എന്താണ് ഊർജ ശക്തിയുടെ സംരക്ഷണ ഭാഗമായിട്ട് ഗണപതിക്ക് 1 എന്നും, 2 സൂര്യനും, 3 ശിവനും, 4 വിഷ്ണുവിനും, 5 അയ്യപ്പനും, 6 സുബ്രഹ്മണ്യൻ, 7 എല്ലാ ദേവീ ചൈതന്യങ്ങൾക്കും, ആൽമരത്തിനും 7 എന്നിങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥ അതുപോലെ പാലിച്ചു വെക്കണമെന്നില്ല. 1 മുതൽ 100 വരെ നമ്മുടെ സൗകര്യനുസരിച്ച് പ്രദക്ഷിണം ഇഷ്ടം പോലെ വയ്ക്കാം. കാരണം പ്രദക്ഷിണം ഈ ഊർജ വീതിയിൽ കൂടിയുള്ള നമ്മുടെ ഒരു സഞ്ചാര, ഒരു ഭ്രമണ പഥമാണ്. അപ്പൊ അത് എത്ര ചെയ്യുന്നോ അത്രയും ഊർജം സ്വീകരിച്ചു പോരാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഓരോ ദേവതകളുടെ ഊർജ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഈ 1 മുതൽ 7 വരെയുള്ള വ്യവസ്ഥ വെച്ചത്. അത് വേണമെങ്കിൽ അങ്ങനെ പാലിക്കാം. ഇനി അല്ലെങ്കിൽ 1 ആയാലും കുഴപ്പമില്ല, ആർക്കും ഒരു പ്രദക്ഷിണം വെച്ച് പോവാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഒരു കണക്കനുസരിച്ച് വെക്കാം. അതും അല്ലെങ്കിൽ ആ കണക്കുമില്ല, 12, 36, 108 ഒക്കെ പ്രദക്ഷിണം വെക്കാം. അതിനും ഒരു വ്യവസ്ഥയ്ക്ക് ഭംഗം വരില്ല. സാറേ, പ്രദക്ഷിണം ആദ്യമേ ചുറ്റമ്പലത്തിലാണോ വെക്കേണ്ടത്, അതോ ശ്രീകോവിലിന് ചുറ്റുമാണോ? ശ്രീകോവിലിന് ചുറ്റുമാണ് ആദ്യം. ആണല്ലേ? ചിലര് പറയുന്ന ആദ്യമേ ചുറ്റമ്പലത്തിന്, അതായത് പ്രദക്ഷിണം വെച്ചിട്ട് വേണം ശ്രീകോവിൽ. നമ്മള് സാധാരണ ശ്രീകോവിൽ. അതെ, കാരണം ഈ ശ്രീഭൂതബലി, ശിവേലി ഒക്കെ അകത്താണ് ആദ്യം, പിന്നല്ലേ പുറത്ത് പ്രദക്ഷിണമുള്ളൂ. അപ്പൊ അകത്ത് തന്നെ ആദ്യം ചെയ്യണം, പിന്നീടാണ് പുറത്ത്. പുറത്തല്ലേ? സാർ, ഒരു ആചാര്യം പറഞ്ഞത് പൂർണ്ണ ഗർഭിണി തലയിലെ നെയ്യും കൊണ്ട് അങ്ങനെ ഒരു പോകുന്ന പോലെ വേണം പ്രദക്ഷിണം വെക്കാൻ. അങ്ങനെ ഒരു ആചാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വിധിയില്ല. പദം സഞ്ചലിതവും എന്താണ് കരാംബുജം കോരകഥാമുപെയ്തു, ഇതിനൊക്കെ വ്യവസ്ഥകൾ ഒത്തിരി ഉണ്ട്. തന്ത്രശാസ്ത്ര വ്യവസ്ഥകളെല്ലാം ഉണ്ട്. അതെല്ലാം വാസ്തവത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രദക്ഷിണം വെക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ 6-7 ശ്ലോകമുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ചെയ്യണം എന്നാണ്. ഇതൊന്നും ആർക്കും അറിയാറില്ല. ഇതൊക്കെ പറഞ്ഞ് ഇനി വിഷമിക്കാൻ പോകാതിരിക്കാൻ നല്ലതെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം അതിവേഗത്തിൽ സഞ്ചരിച്ച് പോകരുത്. പ്രദക്ഷിണത്തിന് പദാത്പദം ഓരോ കാലുകൾ ചുവടുകൾ വെച്ച് വെച്ച് വേണം പ്രദക്ഷിണം ചെയ്യാൻ. പിന്നെ കൈകൾ രണ്ടും കോരകതാമുപയോഗിക്കും, ഒരു താമരമൊട്ട് പോലെ കൂപ്പി പിടിച്ചിരുന്ന പ്രദക്ഷിണം വയ്ക്കാം. മുക്തഹസ്തേതു രാക്ഷസം, ബദ്ധഹസ്തേതു പിശാചം. കൈ അഴിച്ചിട്ടുകൊണ്ട് പ്രദക്ഷിണം വെച്ചാൽ ഒരു പിശാചിന്റെ മട്ടാണ്. കൈ 2 കൈയും കെട്ടിക്കൊണ്ട് പ്രദക്ഷിണം വെച്ചാൽ രാക്ഷസന്റെ ഭാവമാണ്. തസ്മാത് അഞ്ജലിമാതായ കുര്യാദ്ദേവ പ്രദക്ഷിണം. അതുകൊണ്ട് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കാവും. ഇതൊക്കെ അറിഞ്ഞാൽ വലിയ പാടാവും. ഇങ്ങനെയൊക്കെ അത് നല്ലതല്ലേ സാറേ, അങ്ങനെ അറിഞ്ഞ അങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത്? അതെ, അത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ ആരും ചെയ്യാറില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ പോകുമ്പോ പിന്നെ അവര് പോട്ടെ. കൈ കൂപ്പിക്കൊണ്ട് വയ്ക്കാവൂ, വളരെ സാവധാനത്തിൽ സഞ്ചരിച്ച് പോകാവൂ. ഇതൊക്കെയാണ് എൻ്റെ ഈശ്വരനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേ പോകാവൂ. ഇതിനൊക്കെ ഒത്തിരി വ്യവസ്ഥയുണ്ട് പ്രദർശനത്തിന്. പ്രദർശനത്തിന്, നമസ്കാരത്തിന്, എല്ലാത്തിനും ഉണ്ട്. സാറേ, ഒത്തിരി താങ്ക്സ് ഇത്ര അറിവ് തന്നതിന്. ഇതൊന്നും അറിയാൻ മേലാതെ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നതും പ്രദക്ഷിണം വെച്ചോണ്ടിരുന്നതും ഒക്കെ. സാറേ, നമ്മൾ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന പൂവ് അല്ലെങ്കിൽ എണ്ണ ഒക്കെ ഇല്ലേ, അത് നടക്കൽ വെച്ച് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം വെക്കുക. അത് കൈ വെച്ചും കൊണ്ട് പ്രദക്ഷിണം വെക്കരുതെന്നുണ്ടോ? അതെ, ആദ്യം സമർപ്പണമാണ്, പിന്നീടാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. കൈ നമ്മൾ എന്ത് കൊണ്ടുവന്നോ ആ ദേവന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ബാക്കി പ്രദക്ഷിണവും ബാക്കിയെല്ലാം ആകാം. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരാൾ ഇങ്ങനെ കൊണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അവിടെ ഇത് നമ്മൾ ആദ്യം സമർപ്പിച്ചിട്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ. വേറെ ഒരാൾ ഇതുപോലെ വന്ന് പൂവ്, മാല, എണ്ണ ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ കയ്യിൽ വെച്ചോണ്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് പറ്റുമോ, ഇത് സമർപ്പിച്ചിട്ട് ചെയ്യേണ്ടതെന്ന് ഞാനത് സാധാരണ നല്ല ഇതിലാ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി, അങ്ങനാണെങ്കിൽ ഇത് കളഭാഭിഷേകമൊക്കെ നടത്തുമ്പോൾ കളഭക്കുടവും കൊണ്ട് പ്രദക്ഷിണം വെച്ചിട്ടല്ലേ
അത് പിന്നെ അകത്ത് കൊണ്ടുപോയി സമർപ്പിക്കുന്നതെന്ന്? അത് കളഭം പോലെ അല്ല, ഇത് കളഭം അകത്ത് പൂഴ്ച ഉണ്ടായി. ഇത് നിങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. നിങ്ങൾ അകത്ത് പൂഴ്ച കളഭം അല്ലല്ലോ ഈ കൊണ്ടുപോയി ദർശനം വെക്കുന്നതാണോ? കഴിഞ്ഞ ഞായറാഴ്ച എന്നോട് ചോദിച്ച സംഭവമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്കതിന് മറുപടി പറയാനൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല. തന്ത്രിമാരകത്ത് പൂജിച്ച കളഭമാണ് പ്രദക്ഷിണം വെച്ചിട്ട് അകത്ത് സമർപ്പിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന അങ്ങനെയല്ല. അങ്ങനെയാണേ ആവാം. നിങ്ങൾ കൊണ്ടുവരുന്ന അങ്ങനെയല്ല. നിങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഇത് ആദ്യം അവിടെ സമർപ്പിക്കണം. തന്ത്രി സമർപ്പണത്തിനല്ല ഈ ചെയ്യുന്നത്, അതൊരു ആചാരത്തിന് വേണ്ടി ചെയ്യുന്നത്. അതിൽ നിന്നിട്ട് യാതൊരു ബന്ധമില്ല. തിരുമേനിയും പറഞ്ഞ അവിടെ പൂജ ചെയ്യുന്ന ആളും പറഞ്ഞില്ല, ഇതാ നമുക്കൊന്നും പറയാനൊക്കത്തില്ല, പറഞ്ഞ അവരതിനപ്പുറം ഇങ്ങോട്ടാ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ ഓരോ ആചാര്യന്മാർ ഓരോരോ ദുഷ്ടതകൾ പഠിപ്പിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് മാറില്ല. അപ്പൊ പിന്നെ അവരുടെ ഭാഗത്തിൽ ചെയ്തവരെ വിചാരിച്ച് നമ്മൾ നിശബ്ദരായിട്ട് ഇരിക്കേ പറ്റും. പക്ഷെ അതിനൊരു മാറ്റം വരണ്ടേ സാർ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയുന്ന ഓരോ ക്ഷേത്രങ്ങളനുബന്ധിച്ചും ഈ 5 കൂട്ടരും കൂടി ചേർന്നിരുന്ന് മാസം തോറും ഓരോ ക്ലാസ്സുകൾ കൊടുത്ത് ഈ 5 കൂട്ടരും ഇത് അറിയണം. അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നാക്കി ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ഇന്ന് നടക്കുകയില്ല. നടന്നാൽ നല്ലതാണ്. പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചൊരു ശുഷ്കാന്തി ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറി പറഞ്ഞ പോലെ അത്യാവശ്യം ഇതേമാതിരി സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇതേമാതിരിയുള്ള ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള സമയങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുള്ള സമയത്തൊക്കെ ഇത് ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്ന് കുറെ പേരെങ്കിലും ഉൾക്കൊള്ളുമല്ലോ. ഇപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ ജീർണോദ്ധാരണവും പ്രതിഷ്ഠയൊക്കെ നടക്കുന്ന ചില അമ്പലങ്ങളിലൊക്കെ 6-7 ദിവസത്തെ ക്രിയകളുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അവിടെ ആ സമയത്ത് ചില ക്ഷേത്രക്കാർ വിളിച്ചിട്ട് ഇതിന്റെയൊക്കെ ആവശ്യം പ്രാധാന്യം പറഞ്ഞു കൊടുക്കുമെന്ന് എന്നെ വിളിക്കാറുണ്ട്. അവിടെ ഞാൻ ഈ കാര്യം വിസ്തരിച്ച് പറയാറ്, അല്ലാത്തവർക്ക് പറയാറില്ല. അപ്പൊ അത് ആ കേൾക്കുന്നവര് ഇത് ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കുകയും വേണം, അവരത് ആചരിക്കുകയും വേണം. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം. അത് ആർക്കും അങ്ങനെ ഒരു അതെ, ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവില് പരിശുദ്ധമാണ്. ആർക്കും അങ്ങനെ ഒരു വിചാരമില്ല. ദേവചൈതന്യം കുടികൊള്ളുന്നതാണ് ശ്രീകോവില്. ഇത് പരിശുദ്ധമാണ്. അതിന് ഈ ക്ഷേത്രം ഉണ്ടാക്കി വിഗ്രഹ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ പ്രാഭാത ശുദ്ധി എന്ന ചടങ്ങുണ്ട്. അതായത് ദർഭപ്പുല്ല് പിരിച്ച് കയറാക്കി അതിന് കൂടെ നൂലും കൂടി വെച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ അവർ കെട്ടി ഇത് കഴിയുമ്പോൾ അത് ആ ക്ഷേത്രം പരിശുദ്ധമായി എന്നാണ്, മന്ത്രപൂരിതമായിട്ടാണ് ചെയ്യുന്നത്. ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിന്റെ ഓരോ അംഗത്തിലും കുളിക്കാതെ വെളിയിൽ നിന്ന് വരുന്നവർ സ്പർശിക്കാൻ പാടില്ല. അകത്ത് പൂജകന്മാർക്ക് മാത്രം കുളിച്ച് ശുദ്ധമായിട്ട് കയറി പോകാം, അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് വെളിയിൽ നിന്ന് വരുന്നവരെല്ലാം ശ്രീകോവിലിന്റെ 4 മൂലയ്ക്കും ചുറ്റും നിന്ന് കൈമുട്ടി അതുപോലെ ശിരഫും അതേ മുട്ടിച്ച് അവർക്ക് പ്രാർത്ഥിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് വാസ്തവത്തിൽ അശുദ്ധമൊക്കെയല്ലേ ചെയ്യുക. അതേ തൊടാൻ നമുക്ക് അവകാശമില്ല. സോപാനക്കല്ല് മുതൽ ചുറ്റും കാണുന്ന ഒരിടത്തും നമുക്ക് കൈകൊണ്ട് സ്പർശിക്കാൻ അവകാശമില്ല. എല്ലാരും അവിടെ നമ്മള് കൈ അവിടെ തൊടരുത്, അവിടെ തൊടാൻ പാടില്ല. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നീട് ഇത് പരിശുദ്ധമാക്കി തരും. ഇനി അവിടേക്ക് കയറി പോകുന്നവർക്ക് മേശാന്തിയും തന്ത്രിയും ഒക്കെ കുളിച്ച് ശുദ്ധമായിട്ട് കയറി പോകുള്ളൂ. അവർക്കേ അവിടെ തൊടാൻ അവകാശമുള്ളൂ. അതുപോലെ 4 ശ്രീകോവിലിന്റെ 4 ദിക്കിലുമായിട്ട് ചെറിയ ഓരോ ശ്രീകോവിൽ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് എന്താ, അവിടെ ചെന്ന് കൈ കൊണ്ട് തൊടണം, ഒന്നുകിൽ തല മുട്ടിക്കണം. അശുദ്ധമൊക്കെ അല്ലേ ചെയ്യുക. ഇത് ചെയ്യരുത്, ഇതൊരു പാപമാണ്, ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ എന്ത് ചെയ്യാന്? ഇത് വാസ്തവമാണ് സാറേ. ഇത് ഞാൻ ഒരിടത്തിൽ വായിച്ചായിരുന്നു. ശ്രീകോവിലിന്റെ ഒരു ഭിത്തിയിൽ ഒന്നും തൊടാൻ പാടില്ല എന്ന് വായിച്ചായിരുന്നു ഞാൻ.
ഞാനിപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ തൊടുന്നില്ല. നമുക്ക് തൊട്ടിട്ട് എന്തിനാണ് നമുക്കുള്ളതെന്ന് തൊഴുതിട്ട് പറയാനല്ലേ പറ്റുള്ളൂ, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇവിടൊക്കെ അത് ശരിയാണ് സാറ് പറയുന്നത്, ഞാൻ അന്നാൾ വായിച്ച അതെ കൈവച്ചെങ്കിലേ നമുക്ക് ആവൂ എന്നൊന്നുമില്ല. ആ പുറകിൽ പോയി ഇത് തലമുട്ടിയിട്ട് ഒന്നും പാടില്ല. അല്ലേ ആവുള്ളൂ എന്ന് അവർക്ക് ചിന്ത. ചന്ദനവും ഭസ്മവും ഒക്കെ തൊട്ടതിന്റെ ബാക്കി കൊണ്ട് ഭിത്തിയെ തെച്ചിട്ട് അത് ബാക്കി ശേഷം ഈ പ്രസാദം വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ്, അവിടെ വെച്ചേക്കാനേ ഉള്ളതല്ല. ഇങ്ങനൊക്കെ ചെയ്യുന്നത് ആ ഒരു സാറേ അപ്പൊ ഈ സാഷ്ടാംഗം പ്രണമിക്കണമെങ്കിലേ അത് നാലമ്പലത്തിന് വെളി വേണോ ചെയ്യാൻ? അപ്പം അല്ല, അകത്താവാം. അകത്ത് അതിന്റെ സ്ഥലവും സന്ദർഭവും ഉണ്ട്, അപ്പൊ മാത്രമേ ആകാവൂ, എപ്പോഴൊന്നും പറ്റില്ല. ശരി. ശ്രീകോവിലിന്റെ ഇടത്തും വലതുമായിട്ട് 2 സ്ഥലങ്ങളുണ്ട്. മണ്ഡപത്തിന്റെ ഇടതുവശം വലതുവശമുണ്ട് താഴെ, അവിടെയാണ് നമസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം. ശരി. അവിടെ സാഷ്ടാംഗം നമസ്കരിക്കും. ഇപ്പൊ നമുക്ക് അതിനൊന്നും അവിടെ സമയം കിട്ടത്തില്ല, ആളിന്റെ തിരക്കായിരിക്കും. അപ്പൊ അതിനൊന്നും ആലോചിക്കാതിരിക്കും നല്ലത്. അല്ല, ആളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞിടക്കാണ് ശാന്തമാണെങ്കിൽ നമസ്കരിച്ചിട്ട് വരാം. അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലേ? അതെ അതെ. ഈ മള്ളിയൂർ അമ്പലത്തിൽ ചെല്ലുമ്പോ മള്ളിയൂർ നമസ്കരിച്ച സ്ഥലം കാണിച്ചിട്ടില്ലേ ശ്രീകോവിലിന്റെ ഇങ്ങേഴ്സായി? ഉണ്ടല്ലേ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അകത്ത് ഗണപതിനകത്ത് കയറുന്ന ശ്രീകോവിലിനും നമസ്കാര മണ്ഡപത്തിന് ഇടയ്ക്കൂടെ പോകരുതെന്ന് പറയത്തില്ലേ? അതെ, ഇത് രണ്ടും കൂടെ ഒന്നാണ്. രണ്ടും കൂടെ ചേർത്ത് വേണം വലം വെച്ച് പോകാൻ. അതുപോലെ വിഗ്രഹം ശരിക്ക് നമ്മള് ഒന്ന് കണ്ട് നമ്മുടെ ഉള്ളിൽ ആ രൂപമൊക്കെ അതെ, ആ സ്വരൂപത്തെ ഉള്ളിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആക്കാനുള്ള അതിനുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിട്ട് ഇത് ഇപ്പൊ മിക്കവാറുള്ള വലിയ ക്ഷേത്രങ്ങളിൽ ആ ഒരു അതുപോലും നിഷേധിച്ചിരിക്കുമല്ലേ. അതായത് വിഗ്രഹാരാധന എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു രൂപം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു രൂപത്തെ നമുക്ക് സ്വാംശീകരിച്ച് അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്ന് നിർത്താൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ സാമാന്യനെ നിഷേധിക്കുവാണ് മിക്കവാറുള്ള. അതെ, അത് പലരും നടക്കുന്നതാണ്. അവിടെ തിരക്കെന്നും പറഞ്ഞിങ്ങനെ. ഒരു കാര്യം കൊണ്ട് സാറിനോടും ചോദിക്കട്ടെ സാറേ, അപ്പം നമ്മളെ ഈ മറ്റേ സന്യാസിമാര്, ആചാര്യമാര്, ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേന് അവർ നടന്നു പോവുകയോ മറ്റേ മന്ത്രം ജപിച്ച് നടക്കുകയൊക്കെയോ ഓടി ആൾക്കാർ ചെയ്യുന്ന അവരെ നിർത്തിയിട്ട് ഈ പാദനമസ്കാരം ചെയ്യുന്നതിനെ പറ്റി സാർ എന്ത് പറയും? ഒരിക്കലും ആവശ്യമില്ല. അവരെവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് ചെന്ന് അവരുടെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ട, പോകുന്ന വഴിക്കല്ല. അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലേ? അങ്ങനെ ചെയ്യാവുള്ളൂ. അത്രേ. ആചാരാനുഷ്ഠാനങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി അറിയാനുണ്ട്. ശരിക്കും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ശാസ്ത്രീയമായ വശമാണ് ഒത്തിരി പഠിക്കണം, അറിഞ്ഞിട്ട് വേണം അത് ആസ്വദിച്ച് ചെയ്യാൻ. ഇപ്പൊ അതൊന്നുമില്ല. ഇന്നലെ ചെയ്ത ഒരബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രവുമാണ്. ആ മനസ്സിലാക്കാൻ പോയിരിക്കുന്നില്ല. ശരിയാണല്ലേ? അതെ, ഒരാള് ഓർക്കാതെ വന്ന വഴിക്ക് ബലിക്കൽ എഴുന്നോട്ട് പോയി, പുറകെ വരുന്നതെല്ലാം അതേ തൊട്ടിട്ടേ പോവുള്ളൂ. തൊടാൻ പാടില്ല, അതേ തൊടാൻ പാടില്ല, അബദ്ധം പറ്റിയ എടുത്തോട്ട് പോയതാണ്. അത് പറഞ്ഞു, ഇന്നലെ ചെയ്ത ഒരബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമാണ്. ഇനി അത് തൊട്ടേ പോകാവുന്നൊരു വിധിയും വരാൻ പോവാ. നോക്കണേ. ഇപ്പൊ അതാ ക്ഷേത്രത്തിലെല്ലാം കാണുന്നത് അങ്ങനെ. ശിവക്ഷേത്രത്തില് പുറകെ വന്ന് തൊട്ട് നമസ്കരിച്ചിട്ടേ ആൾക്കാർ പോവുള്ളൂ. എങ്ങും തൊടാൻ അതാ പറഞ്ഞേ. അബദ്ധ ആചാരങ്ങൾ പ്രമാണങ്ങളായിട്ട് മാറിപ്പോവാറ്റുള്ളൂ. എന്ത് ചെയ്യാനേ ഇപ്പൊ അത് ബലിക്കലിൽ നമുക്ക് തൊടാൻ പോലും അവകാശമില്ല. ആരോ ഒരാള് കാല് തെറ്റിയപ്പോൾ അയാൾ അതിലും തൊട്ട് തൊട്ടിട്ട് പോയി. കാല് തെറ്റിയെങ്കിൽ അത് എന്താ പാപമായി. വീണ്ടും തൊട്ടാലോ പിന്നെയായി. ഈ കാല് തെറ്റിയ പ്രായശ്ചിത്തത്തിന് വീണ്ടും അതേ തൊടും. അതേ തൊള്ളാതെ പോയാ മതി, അന്നേരം അബദ്ധം പറ്റി പോട്ടെ. ഇതല്ല, വീണ്ടും അത് ഒന്നുകൂടെ തൊടും. അപ്പൊ എന്തായി? ഇരട്ടിയായില്ലേ? അത് ക്ഷമാപണം ഉദ്ദേശിച്ചാ തൊടുന്ന, പക്ഷെ അത് ദോഷമായിട്ടാ ഭവിക്കുന്നതല്ലേ? തൊടാൻ പാടില്ല. അറിയാഞ്ഞിട്ടല്ലേ സാറേ? അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞെങ്കിലല്ലേ അറിയത്തുള്ളൂ.
അതുപോലെ സാറേ ഇപ്പം നന്ദികേശ്വരന്റെ ചെവിയിലോട്ട് എന്ന് ഏതാണ്ടൊക്കെ പറയുന്ന പോലെ പണ്ട് ആ പരിപാടി കാണാറില്ലായിരുന്നു. ഇപ്പൊ ഓരോ ദുരാചാരങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി അത് പണ്ടൊന്നും കാണുകയല്ലായിരുന്നു, ഇപ്പോഴും അത് കാണുന്നത്. അത് പെർമിറ്റഡ് ആയിരിക്കും അല്ലേ സാറേ? നന്ദികേശന്റെ ചെവി പറയുന്നത് അല്ല, അത് തൊടാൻ പോലും നമുക്ക് അവകാശമില്ല. അതും അങ്ങനെ തന്നെയാ. ശരി. അവരൊക്കെ ദേവന്മാരാണ്. പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ തുടരുത്, നിവേദ്യം നൽകുന്നതാണെന്നൊക്കെ. ആൾക്കാരുടെ പരിതാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയാൻ എവിടെയെങ്കിലും ഒരു ഇടമുള്ള നല്ലതല്ലേ സാറേ? അതിന് അവിടെ പറഞ്ഞോട്ടെ, നന്ദികേശന്റെ ചെവിയിൽ എന്ത് പറഞ്ഞാലും സാധിക്കുമെന്ന ആൾക്കാരുടെ വിശ്വാസം. ദേവനെ നോക്കിക്കൊണ്ട് സങ്കടങ്ങളും പരാതികളും ഒക്കെ നമുക്ക് പറയാം, വിഷമങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ഒരു മഹത്തായ സത്സംഗമായിരുന്നു സാറേ ഇന്ന്. അല്ലേ? അത് ശരി. ആ ഒരു അധ്യായം തീർന്നപ്പോ ഇപ്പോഴാണ് നമുക്ക് ആ വിഷയം വന്നത്. അപ്പൊ വരുമ്പോ അല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ആശങ്കയുള്ള ഒരു ഭാഗമാണ്. എന്തായാലും നമുക്കൊരു ഒത്തിരി കാര്യങ്ങൾ ഇന്ന് അറിയാൻ സാധിച്ചാണ്. നന്ദി. ആയിക്കോട്ടെ, നന്നായി. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊക്കെ അറിയാം. ആവട്ടെ, ഇന്ന് ഉപസംഹരിക്കാം. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരിയുള്ള അത്യാവശ്യം നമ്മളെ തീർച്ചയായിട്ടും നമ്മള് ഭാഗവതം പഠിച്ചത് നമുക്ക് അറിയാൻ വരുന്ന ഒരു അവസ്ഥ വരരുതല്ലോ. സാന്ദർഭികമായിട്ട് അതൊക്കെ യാതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഭാഗവതം പഠിച്ച ഒരാൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് വരരുതല്ലോ, മോശമല്ലേ? അതുകൊണ്ട് നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കാം സാറേ. അങ്ങനെ വയ്ക്കാം. നമുക്ക് സ്വാമിയാർ മഠത്തിൽ ഒരു ക്ലാസ് എടുക്കാം. അതൊക്കെ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. ഉപസംഹരിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം.